അച്ഛാ അച്ഛനതാ വരുന്നു. എന്താണാവോ പോയോടത്ത് ക്ലച്ച് പിടിച്ചില്ലാണാവോ? അച്ഛാ കുട്ടിയെ അച്ഛന് തീരെ വയ്യടാ. അച്ഛല്ലേ ഇവിടെ? ഇതാ എന്താ വേം പോന്ന്? മൂത്തമ്മന്റെ അടുത്ത് നിന്നില്ലല്ലോ. തീരെ പറ്റണില്ല കുട്ടിയെ, അവിടെ ഭയങ്കര തണവാ. അവനൊക്കെ കൂടിച്ച്. അച്ഛാ മുറുക്കാൻ മുറുക്കി അവിടെ ആ ചെമലിന്റെ മേലൊക്കെ ആകെ പിടിച്ച് ആകെ കറായിക്കണു. ഒരു കൊല്ലായിട്ടുള്ളൂ ഇപ്പൊ പെയിന്റ് അടിച്ചിട്ട്. ഇനിയിപ്പോ ആ പെയിന്റിങ് ചെക്കനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. കൊല്ലം തന്നെ പണിയുള്ളൂ. മുറുക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെമരുമ്മയും തിണ്ണമ്മയും ഒക്കെ തേച്ച് ആകെ കറാക്കി. മിറ്റാണെങ്കിൽ ആകെ വൃത്തിയാടും. അച്ഛാ ആ തിണ്ടുമ്പോ കയറി കിടക്കണ്ട. കീപ്പെട്ട് ചാടി കഴിഞ്ഞാൽ എന്തേലും പറ്റുള്ളൂ. നിങ്ങൾ താഴത്തേക്ക് കിടന്നോളൂ. ഞാൻ കേൾക്കൂല. ഇനിയിപ്പോ എന്തേലും കീപ്പെട്ട് ചാടി എന്തേലും പറ്റിക്കഴിഞ്ഞാൽ അച്ഛാ എന്താ പറ്റി? അച്ഛാ എന്താ പറ്റി? പനിക്കുണ്ടോ? അല്ല ചെങ്ങായി ചാക്കുളൊക്കെ ഇടിക്കണ്ട. ചാണാപ്പൊടി കൊണ്ടുപോയിട്ടില്ല പാടത്തേക്ക് പണിക്കാരൻ വന്നു. അല്ല അച്ഛന് വയ്യാന്ന് പറഞ്ഞല്ലോ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അവിടെ ഉണ്ടായിരുന്നു. എവിടുക്ക പോയാണോ? അപ്പൊ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 2 മാസമായിട്ടിപ്പോ ഞാൻ അച്ഛനെ നോക്കണോ. ഇനി ഈ ഒന്ന് കൊണ്ടുപോയി നോക്കിയോക്കെ അച്ഛനെ. ഫാമിൽ തന്നെ 100 പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛനും നോക്കൊക്കെ നേരില്ല. ഞാൻ അങ്ങോട്ട് പോയി. ഇനി അച്ഛനെ നോക്കിക്കോ. ഈ അച്ഛനെ കാണുന്നില്ലേ? വീട്ടിൽ കയറുന്നില്ലേ? അച്ഛാ ഈ വഴിയിലേ കിടക്കണ ആ അരുവില് കിടക്കാറുന്നില്ല. ഏട്ടാ അച്ഛനെ 2 ദിവസം ഞാൻ നിർത്തിക്കൊണ്ട്. കണക്ക് എന്താ പെട്ടെന്നൊരു മനംമാറ്റ കണക്ക്. ഇന്നലെ പറഞ്ഞപ്പോഴേ ഭയങ്കര വിഷമായി. അച്ഛാ നീക്ക് എന്റെ വീട്ടില് പോവാ. അച്ഛാ നിക്കച്ചാ. എങ്ങടെ മോനെ? എവിടുക്കാ? അച്ഛാ ഇത് വടി എടുക്കട്ടാ. അച്ഛാ എങ്ങടാ? വായോ വീട്ടിക്ക് വാച്ചാ. ഇങ്ങോട്ട് പോവാ. എത്ര ദിവസം ഉണ്ടാവുകയാണോ പോകാൻ കൊണ്ടുപോയിട്ട്?
രണ്ടു ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുവാണ് കണ്ടോളി. എവിടക്ക എന്നെ കൊണ്ടോണ് മോനെ? അച്ഛാ എന്റെ ഫാമിലിത്തെ ബംഗാളികൾ 4 ആള് ലീവാ. അപ്പൊ ആ ഫാമിലി അച്ഛനവിടെ പോയി നിക്കാം. ഞാൻ ഫാമിൽ നിൽക്കാനാ? അയ്യോ, ഫാമിലിക്ക് എന്നെ കൊണ്ടോന്ന് ഈ അച്ഛാ നടക്ക് ഏട്ടന്റെ അടുത്താക്കിയരാ. എന്തിനാ മാനജി എന്നെ കൊണ്ടോയി അങ്ങട്? മഴയത്ത് അച്ഛന് വിറച്ചിട്ട് നടക്കാനും വയ്യ. ഫാമില് കൊതുകടി കൊണ്ടിട്ടേ അച്ഛന് വഴിക്കായി മാൻ. ആ പേരിന് അച്ഛനെ കൊണ്ടേ പോലെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നു. ഇതിപ്പോ എന്താ എനിക്ക് തോന്നി ഇപ്പൊ കൊണ്ടേ മാതിരി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നല്ലോ. എന്താടാ കൊണ്ടേ മാതിരി തന്നെ ഇങ്ങോട്ട് കൊടുന്നേ? ഒന്നും പറയണ്ട. ഏട്ടാ ഇനി ഒരു വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നമ്മൾ. അത് നമുക്കൊരു തീരാ ദുഃഖമായി മാറി. ഏട്ടാ ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പോയതൊക്കെ പോയി. എടാ അച്ഛന്റെ ഡ്രസ്സൊക്കെ അവിടെ ഇരിക്കണ കാണുമ്പോഴേ ഭയങ്കര സങ്കടം തോന്നുന്നു. കാണില്ലേ നമ്മുടെ അച്ഛന്റെ വടി കണ്ടില്ലേ? അച്ഛൻ്റെ മേടിച്ചിട്ട് ഞാൻ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വെച്ചിട്ടാ. അച്ഛാ എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഏട്ടാ എന്നൊരു കാര്യം ചെയ്യ്, അച്ഛന്റെ ഡ്രസ്സിനോട് കത്തിച്ച് കളഞ്ഞോ. അത് കാണുമ്പോഴെല്ലാവർക്കും വിഷമോ. ഫ്ലാഷ് ബാക്ക്. അച്ഛൻ്റെ കുട്ടി പാപ്പ് വെച്ചാ? പാപ്പ് തിന്നാ? വേട്ടാ കലിക്ക സുന്ദര കുട്ടനായിട്ടാ. ഞാൻ അച്ഛനെ ഉറക്കി തരാട്ടാ. അച്ഛാ എന്നാ ഇവിടെ ഇരിക്ക്, ഞാൻ അച്ഛന്റെ ഡ്രസ് എടുത്തിട്ടേ കത്തിക്കാൻ കൊണ്ടിട്ടേ കേട്ടോ. അച്ഛന്റെ ഡ്രസ് കാണുമ്പോ സങ്കടാവുക. അച്ഛന്റെ മുറുക്കാൻ പെട്ടി ഇതൊരു ഓർമ്മയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഡ്രസ്സൊക്കെ ആയിട്ട് എങ്ങടാ? ഇതേ അച്ഛന്റെ പഴയ ഡ്രസ്സാ മോനെ, അത് കത്തിക്കാനാണ്. അച്ഛാ ഇതൊക്കെ വേണം. ഇത് അച്ഛന്റെ പഴയ ഡ്രസ്സല്ലേ മോനെ, അത് കൊണ്ട് കത്തിക്കട്ടെ അവിടെ. വേണ്ട. അച്ഛന്റെ കുട്ടിക്ക് അച്ഛനെ എത്രക്ക് ഇഷ്ടായിരുന്നോ? അതല്ല അച്ഛാ, അച്ഛന് വയസ്സാകുമ്പോ ഇതുകൊണ്ടൊക്കെ പൊതിച്ചു തരാലോ.